ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നതാണ്. അത് വണ്ടിക്ക് വേണ്ടി ഞാൻ ഒരു പുതിയൊരു ആക്സറീസ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയനുള്ളവർക്ക് മാത്രമല്ല, അല്ലാതെ ഏത് ബൈക്കാണെങ്കിലും യൂണിവേഴ്സലായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ഒന്നുമല്ല, ഒരു ടോപ്പ് ബോക്സ് ആണ്. കാരണം ഞാൻ ഇനി റോഡ് ട്രിപ്പും കാര്യങ്ങളും കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിസംബർ അതുപോലെ ജനുവരി മാസങ്ങളിലൊക്കെ ഒരുപാട് ലോങ് ട്രിപ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ടോപ്പ് ബോക്സ് സെർച്ചിങ്ങിലായിരുന്നു. അപ്പോൾ ആക്ച്വലി സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് സ്റ്റഡ്സിൻ്റെ ഒരു ടോപ്പ് ബോക്സ് ഉണ്ട്. 1700 1800 റേഞ്ച് ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഒന്നും കൊള്ളില്ല. അതായത് നമ്മുടെ ആക്സർ അങ്ങനത്തെ LS2 അല്ലെങ്കിൽ ഇപ്പോൾ SMK അങ്ങനത്തെ ഹെൽമെറ്റുകളൊന്നും കൊള്ളില്ല. സാധാരണ നമ്മുടെ സ്റ്റഡ്സിൻ്റെ വേഗൻ്റെ ഹെൽമെറ്റ് മാത്രമേ കൊള്ളുള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആക്സറിൻ്റെ അപ്പെക്സ് പറഞ്ഞ ഹെൽമെറ്റാണ്. അപ്പോൾ അതൊന്നും കൊള്ളുന്നില്ല. അപ്പം ഇത്രയും വലിയൊരു ടോപ്പ് ബോക്സ് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വലിയ ഹെൽമെറ്റ് കൊള്ളുന്ന ഒരു ടോപ്പ് ബോക്സ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ റേറ്റ് ഏകദേശം വന്നിട്ട് 8000 രൂപ 9000 രൂപ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഷാഡിൻ്റെയൊക്കെ ടോപ്പ് ബോക്സ് ആണ് അത്ര റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 9000 രൂപ കൊടുത്ത് ഒരു ഷാഡിൻ്റെ ഒക്കെ ബോക്സിലേക്ക് പോകാൻ അത്രയും ബഡ്ജറ്റ് ചിലവാക്കാൻ മനസ്സ് തോന്നിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ഒരു ബോക്സ് കണ്ടെത്തിയത്. അത് 2300 രൂപയുള്ള ബോക്സിന് അതിനകത്ത് നമ്മുടെ ഫുൾ ഫേസ് ഹെൽമെറ്റ് കറക്റ്റായിട്ട് കൊള്ളും. അതുപോലെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റും. ഒരു 2 ദിവസം ട്രിപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതിൽ കൊണ്ട് സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ബോക്സ് എങ്ങനെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ബോക്സ്. ഇതാ ആ ബോക്സിൻ്റെ ബ്രാൻഡിങ് ഞാൻ കാണിച്ചിരുന്നുണ്ട്. കൂക്കേസ് എന്നാണ് അതിൻ്റെ ബ്രാൻഡിങ്. അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി ഉള്ള ഒരു ടോപ്പ് ബോക്സ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഉണ്ട്. അത് ആ കാണുന്നതിൻ്റെ ആക്സറിൻ്റെ ഹെൽമെറ്റാണ്. ആ ഹെൽമെറ്റ് തന്നെ നമുക്കിത് കൊള്ളാൻ പറ്റുന്നുണ്ട്. സൈഡ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത്യാവശ്യം ഷേപ്പുള്ളൊരു ടോപ്പ് ബോക്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു ലുക്കിൽ വലിയ വൃത്തിയോട് തോന്നുന്നില്ല. കേട്ടോ, ഇതാണ് പുറമേ നിന്ന് കാണുമ്പോഴുള്ള ലുക്ക്. ഇനി ഞാനത് തുറന്ന് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സ്പേസും കാര്യങ്ങളൊന്നും നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ആ ബോക്സിൻ്റെ കീ എന്ന് പറയുന്നത്. ശരി, നമുക്ക് തുറന്ന് നോക്കാം. അതെ, ആദ്യം തന്നെ നമുക്ക് ഈ ലോക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്കായി. അത് കഴിഞ്ഞ് നമുക്ക് 2 ബട്ടൺ കാണാൻ പറ്റും. ഈ ഫ്രണ്ടത്തെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ഓപ്പൺ ആവും. അതുകൊണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് തന്നെയുണ്ട് ഇതിനുള്ളിൽ. നമുക്ക് വലിയൊരു ഫുൾ ഫേസ് ഹെൽമെറ്റും അതേപോലെ അത്യാവശ്യം 2 ദിവസം ട്രിപ്പിന് പോകുന്ന സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാൻ ആക്സറിൻ്റെ ഹെൽമെറ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആക്സറിൻ്റെ ഹെൽമെറ്റ്, ആക്സറിൻ്റെ അപ്പെക്സ് ആണ്. അത്യാവശ്യം വലിയ ഹെൽമെറ്റാണ്. ഇത് നോർമലായിട്ടുള്ള ചെറിയ ടോപ്പ് ബോക്സിലൊന്നും ഇത് കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റഡ്സിൻ്റെ ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കൊള്ളുന്നത് കാണിച്ചു തരാം. ഹെൽമെറ്റ് ഞാൻ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ബോക്സ് ക്ലോസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ. പിന്നെ ഗൈസ്, ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഈ ഭാഗം കണ്ടോ പൊങ്ങി നിൽക്കുന്നുണ്ട്, ഈ ഒരു എഡ്ജ് മൊത്തം. അതേപോലെ അത് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഭാഗം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറി നിൽക്കും. ഞാൻ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ക്ലോസ് ചെയ്യുന്ന നേരത്തെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ വെള്ളം യാതൊരു കാരണവശാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഗാഡ്ജറ്റ്സ്, ക്യാമറ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കാര്യങ്ങളോ എന്താണെങ്കിലും മൊബൈലോ കാര്യങ്ങളൊക്കെ ധൈര്യത്തിൽ വയ്ക്കാവുന്നതാണ്. മഴയത്ത് ധൈര്യമായിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാം. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 30 ലിറ്റർ ആണ് കേട്ടോ. ലിറ്ററിൽ പറയുകയാണെങ്കിൽ 30 ലിറ്ററാണ് ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ബോക്സിൻ്റെ കപ്പാസിറ്റി വന്നിട്ട്. അപ്പോൾ ഞാൻ ഈ ബോക്സ് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കയറുന്ന സമയത്ത് നമ്മൾ സാധാരണ ബാഗ് വെച്ചിട്ട് നമ്മൾ ബഞ്ചി കോഡ് വെച്ച് ടൈ ചെയ്യാറ്. അപ്പോൾ അത് എപ്പോഴും അഴിക്കണം. അതേപോലെ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് വന്ന് പിന്നെയും കെട്ടണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയും ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇതേപോലെ അഴിക്കണം. അത് തന്നെ സെറ്റപ്പ് തന്നെ. അപ്പോൾ നമുക്കതൊരു ഭയങ്കര ടയറിങ്ങായി തോന്നാൻ തുടങ്ങി. അതേപോലെ ഇപ്പോൾ ഹെൽമെറ്റും കൊണ്ട്, ഈ ഹെൽമെറ്റൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമ്മൾ നടന്നു പോകണമെങ്കിൽ നമ്മൾ ഓൾറെഡി ലൈഫ് ജാക്കറ്റിലായിരിക്കും. പിന്നെ ഈ കയ്യിൽ ഈ ഹെൽമെറ്റും പിടിച്ചുകൊണ്ട് വേണം നമ്മൾ എല്ലാവരുടെയും പോയി നടക്കാനും കാഴ്ചകൾ കാണാനൊക്കെ. അപ്പോൾ കൈ ഒന്നും ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ ബോക്സ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഹെൽമെറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. അത് ഏറ്റവും വലിയ സമാധാനം. പിന്നെ ഗൈസ്, വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ബോക്സിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇത് പെർമനൻ്റ് അല്ല. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറുകയാണ്, ഇപ്പോൾ നമുക്ക് ബോക്സ് റൂമിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതും വെച്ച് ഓഫ് റോഡ് പോകാൻ തരും പറ്റില്ല. കാരണം ഇത് മൊത്തം കുലുങ്ങി ഇടങ്ങാറാവും. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് ഓഫ് റോഡൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ ഈ സാധനം വയ്ക്കാവുന്നതാണ്. ബോക്സ് ജസ്റ്റ് അൺലോക്ക് ചെയ്തിട്ട് ഈ അടിയത്തെ ബട്ടണില്ലേ അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് കൊണ്ടിട്ട് നമ്മൾ റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫായിട്ട് വെക്കാം. അല്ലെങ്കിൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമ്മൾ ഈ ബോക്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഇത് ഊരി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബോക്സ് തിരിച്ച് ഫിറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. കറക്റ്റ് നമ്മുടെ ഈ ഹോൾഡർ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട്
ഈ കാണുന്നുണ്ട്, അതാണ് അതിൽ ലോക്ക് വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ലോക്കായി. അതേപോലെ തന്നെ സാധനം നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇത് കുലുങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലണ്ട. നമ്മൾ വണ്ടി മൊത്തം ശരിക്കുന്നുണ്ടോ, അത്യാവശ്യം സ്റ്റേബിളാണ്. കൊണ്ടുപോയി ചാടിയാലൊന്നും അങ്ങനെ ഇളകില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ബോക്സ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ലഗേജ് റാക്കിൻ്റെ ആവശ്യമുണ്ട്. ഈ ഹിമാലയൻ ഓൾറെഡി ടോപ്പ് ബോക്സ് വയ്ക്കാനുള്ളൊരു റാക്ക് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്. അതില്ലാത്ത വണ്ടികളാണെങ്കിൽ അത് ഫിറ്റ് ചെയ്യേണ്ടി വരും. അതിന് വലിയ വിലയൊന്നും തോന്നുന്നു, 1200 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഈ ബോക്സ് കണ്ട, ഇതിൻ്റെ മുകളിൽ ടോപ്പ് ബോക്സ് വയ്ക്കാനുള്ള പ്ലേറ്റാണിത്. ഈ പ്ലേറ്റ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ടോപ്പ് ബോക്സ് ഒക്കെ ഉള്ള പ്ലേറ്റ് കണ്ടോ. അപ്പോൾ അതിനടിയിൽ വന്നിട്ട് ഇതാണോ ക്ലാമ്പ് വെച്ചിട്ടാണ് അവർ ഈ പറയുന്ന ക്ലാമ്പ് വെച്ച് നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ ത്രെഡ് വരും. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പ്ലേറ്റ് കവറിങ് വരുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും ആ സ്ക്രൂ ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ പ്ലേറ്റിങ്ങും കവറും വരും. അപ്പോൾ ഈ ഒരു ടോപ്പ് റാക്കിൻ്റെ പ്ലേറ്റും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ്. ഈ ബോക്സിൻ്റെ വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 2300 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഗൈസ് വേറൊരു ഡൗട്ട് ഇല്ലാതെ തോന്നുന്നു, ഈ ബോക്സ് വെച്ച് പോകുമ്പോൾ സേഫ് ആണോ, ഈ സാധനം ജെർക്കിംഗ് ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആണോ എന്നൊക്കെ. ഞാൻ ഹൈവേയിൽ ഇന്നലെ ഒരു 100 കിലോമീറ്ററിലൊക്കെ പോയി നോക്കി. സാധനം സ്റ്റേബിളാണ്. വണ്ടിക്ക് വേറെ ബാലൻസിന് വല്ല പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. ഇതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി വന്നിട്ട് 5 കിലോഗ്രാമാണ് ഇതിൻ്റെ കമ്പനി പറയുന്ന ലോഡിങ് കപ്പാസിറ്റി. 5-6 കിലോയൊക്കെ സുഖമായിട്ട് താങ്ങും, വേറെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ കുണ്ടുംകുഴി റോഡിൽ പോകുമ്പം ചാടുമ്പോൾ ഇത് സേഫാണോ അതോ സ്റ്റേബിൾ ആണെന്നുള്ളത്. കുണ്ടുംകുഴി റോഡിലൊക്കെ ഉണ്ടോ ബോക്സ് നല്ല പക്ക സ്റ്റേബിളാണ്. അതുകൊണ്ട് ബോക്സിന് എവിടെ പറ്റുമോ അല്ലെങ്കിൽ ചാടിപ്പോവോ ഒന്നുമില്ല, പക്ക ലോക്കായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഗൈസ് നമുക്ക് ബോക്സിൻ്റെ സ്റ്റെബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഗൈസ് വേറൊരു സംശയം കൂടെ ഉണ്ടാവാം, ഈ ബോക്സ് വെച്ചാൽ ബാക്കിലിരിക്കുന്ന ആൾക്ക് പില്ലിന് കംഫർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കണ്ടോ ഞങ്ങൾ രണ്ടുപേരും നല്ല കംഫർട്ടായിട്ട് പോകുന്നുണ്ട്. ബാക്കിലിരിക്കാനത് കണ്ടോ, ബാക്കിൽ നമുക്ക് ചാരിയിരിക്കാം, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. 2300 രൂപയ്ക്ക് ഈ ഒരു ടോപ്പ് ബോക്സ് എന്ന് പറഞ്ഞത് നമുക്ക് വാല്യൂ ഫോർ മണിയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും വലിയ ടോപ്പ് ബോക്സ് വേറെ ഒരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തപ്പോഴൊക്കെ നമ്മുടെ ഫുൾ ഫേസ് ഹെൽമെറ്റും അത്യാവശ്യം ലഗേജ് കപ്പാസിറ്റി ഉള്ള അതേപോലെ ടോപ്പ് ബോക്സുകളൊക്കെ 8000-9000 രൂപയാണ് ഷാഡിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല ടോപ്പ് ബോക്സ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലിപ്പോൾ ഹെൽമെറ്റും കൂടെ അത്യാവശ്യം സ്ട്രോങ് ആണ്, അതേപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ടോപ്പ് ബോക്സ് നോക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഈ ഒരു ബോക്സ് ആർക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യുന്നതാണ്, ഏത് വണ്ടിയിൽ ഫിറ്റാവും, യൂണിവേഴ്സൽ ഫിറ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.